ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഉറങ്ങിയ നന്നായിട്ട്? റോഹ, ഈ പീരീഡ്സ് ആയിരിക്കുന്ന ടൈമിൽ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? അറിയാം. പാഡല്ലേ? ഒലക്ക അല്ലേ? ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. നല്ല നാറ്റം. പോയി പല്ലേക്ക്. അത്രയും നാറ്റുണ്ടോ? പോടാ. അതൊക്കെ തേക്കാം. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തേക്കാം. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാ നിന്റെ വിക്കിലിപ്പോ നല്ല മാറ്റമുണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ ഓർമ്മിപ്പിക്കുന്നു വേണ്ട എനിക്ക് വിക്കുള്ള കാര്യം. അയ്യേ, ഞാൻ തനിക്കൊരു മോട്ടിവേഷന് വേണ്ടി പറഞ്ഞല്ലേ. ഒരു മോട്ടിവേഷൻ ആകെ നിന്നോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് കണ്ട പിന്നെ വന്ന് പണ്ടാരം. അത് വീട്. ഇന്നൊരു ഓഡീഷനുള്ള കാര്യം പറഞ്ഞില്ലേ? അതൊക്കെ ആലോചിക്കുമ്പോഴേ ടെൻഷൻ ആവുന്നു. അവിടെ പോയി ഞാൻ ഡയലോഗ് മറക്കും. അവസാനം എല്ലാവരും കൂടി ഒന്ന് കളിയാക്കി ചിരിക്കും. ഒരു കുഴപ്പമില്ല. ഇയാളുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇയാൾക്ക് വിക്കുള്ള കാര്യം ഇയാൾ മറച്ചു വെക്കാൻ വേണ്ടി കഷ്ടപ്പെടും. അതിന് എന്റെ പാട്ടിന് വിട്ടേക്ക്. അതെ, പറയാൻ ഭയങ്കര എളുപ്പമാണ്. അതുപോലല്ല. സൂപ്പർ സ്റ്റാർ ഹൃത്തിക് റോഷൻ ഇല്ലേ, പുള്ളിക്ക് വരെ ഉണ്ടായിരുന്നു സ്റ്റാമറിങ് ഇഷ്യൂ. എന്നിട്ട് പുള്ളി അത് സിമ്പിളായിട്ട് ഡീൽ ചെയ്തില്ലേ? അതുപോലെ സിമ്പിളായിട്ട് പറ്റും. ഇയാളിപ്പോൾ പോയി കുളിച്ച് റെഡിയായിട്ട് ഓഡീഷനും ഞാനും വരുന്നുണ്ട് ഇന്നത്തെ ഓഡീഷന്. ചിലപ്പോൾ എൻ്റെ ഭാഗ്യത്തിനെങ്ങാനും കിട്ടിയാലും. ഓ, നിന്റെ ഭാഗ്യത്തിന്, അല്ലാതെ എൻ്റെ കഴിവിനല്ല. എടി, എനിക്ക് നിന്റെ ഭാഗ്യം വേണ്ട. എൻ്റെ കഴിവിന് കിട്ടും എനിക്ക് ഓഡിഷൻ കേട്ടോ. ഇതാണോ തന്റെ കമ്പനി? നല്ല രീതിയിൽ പോയതായിരുന്നു. രണ്ട് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഈ രഞ്ജിത്ത് പഴയതൊന്നും മനസ്സിൽ വിചാരിച്ച് പെരുമാറില്ലല്ലോ അല്ലേ. അങ്ങനെ പെരുമാറാനായിരുന്നെങ്കിൽ അഭിലാഷിനെ കാണാൻ ഞാൻ വീണ്ടും വരുമായിരുന്നു. ഇപ്പോൾ അടുത്താള് വാ. ഈ പോയിന്റിൽ നിന്നോണേ. റോഹനല്ലേ? ഈസിയാ, കൂളായിട്ടിരുന്നു. അഭിനയിച്ച് കാണിക്കാനുള്ള സീൻ എന്താണെന്ന് പറയട്ടെ. ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് സ്റ്റാമർ ഉള്ള ആൾ ചാൻസ് ചോദിക്കണേ. അത് തന്നെ, സ്റ്റാമറിംഗ് ഉള്ള ആൾ ചാൻസ് ചോദിക്കണേ. പോട്ടെ.